ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ക്യാൻസർ എന്ന മാരക രോഗത്തെ ദൈവസ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ ഈ 16 വയസ്സുകാരനെ നമുക്ക് മറക്കാനാവില്ല. സഹനത്തിന്റെ തീച്ചൂളയിൽ കിടക്കുന്ന സമയത്തും ചുറ്റുമുള്ളവരിലെല്ലാം പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്ന ജോജു 1999 ഫെബ്രുവരി 29 ജനിച്ച 9ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. പഠനത്തിലും വളരെ സമൃദ്ധനായിരുന്ന ജോജുവിന് വിശുദ്ധ കുർബാനയും ദൈവിക കാര്യങ്ങളും കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻസറിന്റെ മാരകമായ ആഘാതങ്ങൾക്കിടയിൽ കീമോതെറാപ്പി ചെയ്യാൻ പോകുമ്പോഴും അവൻ്റെ ഒരേയൊരു ആശങ്ക വിശുദ്ധ കുർബാന ഉണ്ടാകുമോ എന്നതായിരുന്നു. കീമോ ചെയ്ത് വീർത്ത് വികൃതമായ ശരീരവുമായി ആൾത്താരയിൽ കയറുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും യാതൊരു മടിയും അവനുണ്ടായിരുന്നില്ല. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ ആയപ്പോൾ തൻ്റെ വാർഡിലുള്ളവർക്കും വിശുദ്ധ കുർബാനയുടെ ആവേശം പകർന്ന് അവരെയും വിശുദ്ധ കുർബാനയ്ക്കായി അയക്കാൻ അവൻ മടി കാണിച്ചില്ല. 2015 ഓഗസ്റ്റ് 17 വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഓഗസ്റ്റ് 18 ഈ ലോകത്തിൽ നിന്നും ഈശോയോടൊപ്പം സ്വർഗത്തിലേക്ക് യാത്രയായ ജോജുവിൻ്റെ കല്ലറയിൽ ഇന്നും ഒരു വാക്കുണ്ട്: ഐ ആം സ്പെഷ്യൽ. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് നിരാശയുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്ന ജോജുവിന് പിന്നിൽ ഒരേ ഒരു ശക്തിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിശുദ്ധ കുർബാനയിലെ ഈശോ മാത്രമായിരുന്നു.